മസ്റ്റ് ട്രൈ ആപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോപൈലറ്റ് എന്ന AI ആപ്പാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് GPT-4 എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടെ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്പിൻ്റെ സൈസ് വരുന്നത് 217.6 MB ആണ്. ആദ്യം നിങ്ങൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരം ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് താഴെ യൂസ് GPT-4 എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GPT-4നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മെനു ബാർ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എസ്സേ റൈറ്റ് ചെയ്യാം, നമുക്കിതിലേക്ക് ഫോട്ടോസ് എൻ്റർ ചെയ്തുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നീ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ആസ്ക് മീ എനിത്തിങ് എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനെ പറ്റി ഇവിടെ ചോദിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആഡ് ടു നമ്പേഴ്സ് യൂസിങ് C++. നമുക്ക് സെൻഡ് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ റെസ്പോണ്ടിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് റെസ്പോണ്ടിങ് കൊടുക്കാം. ആദ്യം ഒരു ഇൻട്രോ പോലെ വരും. താഴെ നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഡയറക്റ്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് താഴെ കാണാൻ പറ്റും. iPhone 15 Pro Max. അടുത്ത് നമുക്ക് iPhone 15 Pro Maxൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. എഗെയിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. iPhone 15 Pro Maxൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വരുന്ന കാണാൻ പറ്റും. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ അനുസരിച്ച് ടെക്സ്റ്റിലൂടെ നമുക്ക് ഇമേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AI ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇമേജസ് ഉണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ ഡാൻസിങ് ക്യാറ്റിൻ്റെ ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റും. ഇവിടെ കുറേ ഇമേജസ് വന്നിട്ടുണ്ട്. ഇത് മൂന്നും ഞാൻ ടെക്സ്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് ആണ്. ഇതിലൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്യാം, ക്യാമറ യൂസ് ചെയ്തും AIയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം GPT-4 അല്ലാതെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. എന്നാൽ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ GPT-4 യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തിനെപ്പറ്റി വേണമെങ്കിലും കോപൈലറ്റിലൂടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോപൈലറ്റ് എന്ന ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോന്ന് ഡൗട്ട് ആണെങ്കിൽ ചാനൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിക്കോർപ്പാട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.